ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിലുള്ള ജനപ്രതിനിധി MP എന്ത് സംഭാവനകൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പലതും സ്വന്തം വികസന പദ്ധതികളാക്കിയാണ് MP A ആരിഫ് ആലപ്പുഴയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി ബ്ലോക്കുമെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകളാണ്. എന്നാൽ അതെല്ലാം സ്വന്തം വികസന പദ്ധതികളാക്കിയാണ് MP അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആരിഫ് നൽകിയിട്ടുള്ള വികസനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട്. പരിശോധിക്കാം MP എന്ത് ചെയ്തു എന്നുള്ള സെഗ്മെന്റ്. 2019-20 ആരിഫ് MPയുടെ ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപ മുടക്കി ചേർത്തല KSRTC സ്റ്റാൻഡ് പുതുക്കി പണിതു. എന്നാൽ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ പുതിയ നിർമ്മാണം നടത്തിയത് അശാസ്ത്രീയമായി. തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ പണിതിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ഒരു ടോയ്ലറ്റ് സിസ്റ്റം പോലും ഇതിനകത്ത് അവർ നിർമ്മിച്ചിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പോലും ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള കെട്ടിടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് തികച്ചും പരമാർത്ഥമായിട്ടുള്ള കാര്യം. ഇവിടെ സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്ക് ആശ്രയിക്കാൻ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെ യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ പബ്ലിക് കമ്പൻസേഷനാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. പക്ഷെ അതാണെങ്കിലും വൃത്തിഹീനമാണ്. നമുക്ക് ഒന്ന് മനസ്സമാധാനത്തോടെ സ്ത്രീകൾക്ക് അവിടെ ചെന്ന് ഇത് നമ്മുടേതായ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ധൈര്യത്തോടെ ഒന്ന് പോയി അത് അവിടെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റീസ് അവർ വരുത്തുന്നുണ്ടെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു നമ്മുടെ ടോയ്ലറ്റ് സംവിധാനം അത് നിർബന്ധമാണ്. പക്ഷേ ഇങ്ങനെ ഈ കസേരകളൊന്നും കൂട്ടിയിട്ടൊരു കാര്യവുമില്ല. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഇതുപോലെ ഒരു ഇതുവരെയും കാണിച്ചിട്ടുമില്ല. 1.33 കോടി രൂപ ചെലവിൽ ഏകദേശം 10 ലക്ഷം രൂപ വീതം മുടക്കി താലൂക്ക് ആശുപത്രികൾക്കും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾക്കുമായി 11 ആംബുലൻസുകൾ MP വിതരണം ചെയ്തു. എന്നാൽ ഇവയിൽ പലതും നാട്ടുകാർക്ക് ഗുണമില്ലാതെ കിടക്കുന്നു. തണ്ണീർമുക്കം CHCയിലേക്ക് 10 ലക്ഷം രൂപ മുടക്കി ആരിഫ് MP കൊടുത്ത ആംബുലൻസ് ഇവിടെ ഷെഡിൽ മാസങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടുത്തെ സാധാരണയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ആംബുലൻസ് ഉപയോഗിക്കുകയും നമ്മുടെ സാധാരണ പാവങ്ങളായിട്ടുള്ള ഇത് ഏകദേശം കോസ്റ്റൽ ഏരിയ ആണ്. വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. തൃക്കുന്നപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചതായി അവകാശപ്പെടുന്ന RO പ്ലാന്റ് എവിടെയാണെന്ന് പോലും പ്രദേശവാസികൾക്കറിയില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി MP ഇറക്കിയ വികസന രേഖയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളായ ആലപ്പുഴ ബൈപ്പാസിന്റെയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വണ്ടാനം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും ചിത്രങ്ങളാണ്. ജനം, ആലപ്പുഴ.